ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൻ്റെ ടോപ്പിക്ക് കവർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു എടുത്തിരുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് ടോപ്പിക്ക്? നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയറിനെ കുറിച്ച് പറഞ്ഞു. ഫയർ ആക്സിഡൻസ് ആണ് ബേസിക്കലി പറയണത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫയർ, ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഫയർ പ്രിവെൻഷൻ, ഓക്കെ, ഫയർ റെസിസ്റ്റൻറ്റ് ബിൽഡിങ്സ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടത്, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ഓരോ ബിൽഡിങ്സ് പലതരത്തിലുള്ള ബിൽഡിങ്ങുകളുണ്ട്. ഹസാഡസ് ആയിട്ടുള്ള ബിൽഡിംഗ് ഉണ്ട്. ഹസാഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസാഡസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഈ പടക്ക കമ്പനികൾ, അല്ലാതെ കെമിക്കൽസ്, ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കമ്പനീസൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്റ്റോറേജ് ഫെസിലിറ്റി, ഓക്കെ, അങ്ങനത്തെ സ്റ്റോറേജ് ഫെസിലിറ്റി ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ നോക്കണം. ഹസാഡസ് ആയിട്ടുള്ള കമ്പനീസോ ഫാക്ടറീസോ, ഓക്കെ, അങ്ങനത്തെ ഫാക്ടറീസൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, പിന്നെ എവിടെയൊക്കെ പോകണം, എവിടെയൊക്കെ പോകാൻ പാടില്ല, അവിടെയൊക്കെ നമ്മളെന്താണ് ഒരു ബോർഡ് സ്ഥാപിക്കണം. ഇവിടേക്ക് കടക്കാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ അവിടെ സിഗരറ്റ് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തീ ഇട്ട് കഴിഞ്ഞാൽ അവിടെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ടാവും. അതേപോലെ കെമിക്കൽസൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസാണ്. ഓക്കെ, എക്സ്പ്ലോസീവ്സ് അങ്ങനത്തെ ഫാക്ടറീസൊക്കെ ആണെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. ഓക്കെ, അവിടെ ഇന്ന സ്റ്റോറേജ് ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇതായിരിക്കണം, ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കണം. അതേപോലെ ആൾക്കാർ അങ്ങനെ കടത്തി വിടാൻ പാടില്ല. സ്റ്റോറേജ് അത്രയും ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും ചില മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അങ്ങനത്തെ കാര്യങ്ങൾ. ഹസാഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, എക്സ്പ്ലോസീവ്സ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ഒരു ഭാവനയിൽ നിന്ന് വേണം എഴുതാനായിട്ട്. ഓക്കെ, എങ്ങനെയാണ് ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നോട്ടും കൂടി നിങ്ങളൊന്ന് എഴുതിയിട്ട് ഈ നോട്ടിൻ്റെ ഒപ്പം ഒന്ന് വെക്കണം. പിന്നെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫൈനൽ ഇയേഴ്സാണ്, കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. ഫൈനൽ ഇയേഴ്സാണ്. ഇനി കഷ്ടിച്ച് ഒരു മാസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താ പറയുക, വേറെ ഫീൽഡിലേക്ക് പോകുന്നവർ പോവും, പിന്നെ പഠിക്കാൻ പോവും. അപ്പോൾ ഞാൻ പറയാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം ഇൻറ്റേർണൽസ് സ്കോർ ചെയ്യുക. അപ്പോൾ മാക്സിമം ഇൻറ്റേർണൽസ് സ്കോർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നോട്ട്സ് കൃത്യമായിട്ട് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 42 കുട്ടികളുണ്ടെങ്കിൽ ഒരു 30-31 കുട്ടികൾ അത്യാവശ്യം മിക്കവാറും എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഒരു 10-11 കുട്ടികൾ ഒന്നും നമുക്ക് പറ്റിയ കാര്യങ്ങളല്ല എന്നുള്ള രീതിയിൽ ഒരു മട്ടത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരോടും കൂടിയാണ് എടുത്ത് പറയണത്, ഒന്ന് മാക്സിമം ഒന്ന് സഹകരിക്കുക. നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പറയണത്. നമുക്ക് സാഹചര്യം മാറുന്നതിനനുസരിച്ച് ഫുള്ള് ഇൻറ്റേർണൽസിൻ്റെ ബേസിസിലായിരിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ, പിന്നെ ഞാൻ പിന്നെ എടുത്ത് പറയുകയാണ്, നമ്മൾ ഫൈനൽ ഇയേഴ്സ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എങ്ങനെയായാലും പരീക്ഷ നടക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻറ്റേർണൽസിന്. അപ്പോൾ അതിനൊരു നല്ലൊരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ S5-ൻ്റെ എക്സാമിൻ്റെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇൻറ്റേർണൽസിൻ്റെ ബേസിസിലാണ് ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ, ഇപ്പോൾ എക്സാം കഴിഞ്ഞ സബ്ജക്റ്റുകളല്ല, എക്സാം കഴിയാത്ത സബ്ജക്റ്റുകൾ. അപ്പോൾ അങ്ങനത്തെ സബ്ജക്റ്റുകളുടെയൊക്കെ ഇൻറ്റേർണൽസിൻ്റെ ബേസിസിലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആവുക. ഒരു മാസം കഷ്ടിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആയുഷ്കാലം വരെ എന്താ പറയുക, പിന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. ഓക്കെ, ഈ വരാൻ പാടില്ല എന്ന് പറയുന്നത് ഈ സപ്ലിമെൻ്ററി എക്സാം എന്ന രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് പറയണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെമസ്റ്ററിൻ്റെ ഇൻറ്റേർണലിൻ്റെ ബേസിസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ S3 S5 പരീക്ഷകൾ നടന്നില്ലെങ്കിൽ, ഓക്കെ, ഉറപ്പ് പറയണില്ല, നടന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെമസ്റ്ററിൻ്റെ ഇൻറ്റേർണലിൻ്റെ ബേസിസിൽ ചിലപ്പോൾ ആ സെമസ്റ്ററിൻ്റെ പേപ്പറുകൾ ചിലപ്പോൾ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻറ്റേർണലിന് പ്രാധാന്യമുണ്ട്.
അത്യാവശ്യം ഇൻറ്റേർണൽ ഈ ഒരു സെമസ്റ്ററിൽ നല്ലോണം സ്കോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ലിഫ്റ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞിരുന്നു എന്താണ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ. ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേർട്ടിക്കലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹ്യൂമൻ ബീങ്സ് ആകാം, അല്ലെങ്കിൽ എന്താണ് ഗുഡ്സ് ആകാം, ഓക്കെ, അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ ബേസിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യുക. പക്ഷേ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യണത് വേർട്ടിക്കൽ എന്ന രീതിയിലാണ്. നമ്മൾ മെഷീൻ ഓപ്പറേറ്റഡ് ആയിട്ടാണ് ലിഫ്റ്റ് നമ്മൾ ബേസിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യാറ്. ഓക്കെ, അതിനൊരു പെർട്ടിക്കുലർ സ്പീഡ് ഉണ്ടാവും. ആ സ്പീഡ് ബേസിക്കലി ഡിപ്പെൻഡ് ചെയ്യണത് ആ ലിഫ്റ്റിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി അനുസരിച്ചാണ്. ആൾക്കാരെ എണ്ണത്തിന് എത്രത്തോളം അതിനെ ക്യാരി ചെയ്യാൻ പറ്റുമോ അതിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ലിഫ്റ്റിൻ്റെ സ്പീഡ്, അതിൻ്റെ ലിഫ്റ്റിൻ്റെ ആ വെല്ലിൻ്റെ എത്രയാണ് ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആ ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് 3 ടൈപ്പിലുള്ള ലിഫ്റ്റുകളുണ്ട്. ഏതൊക്കെയാണ് 3 ടൈപ്പ് ലിഫ്റ്റ്? ഒന്ന് പാസഞ്ചർ ലിഫ്റ്റ്, ഒന്ന് ഗുഡ്സ് ലിഫ്റ്റ്, ഒന്ന് സർവീസ് ലിഫ്റ്റ്. ഓക്കെ, അങ്ങനെ 3 തരത്തിലുള്ള ലിഫ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? പാസഞ്ചർ ലിഫ്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരെ മാത്രം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റിനെയാണ് പാസഞ്ചർ ലിഫ്റ്റ് എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ പാസഞ്ചേഴ്സിനെയാണ് മെയിൻലി കൊണ്ടുപോകണത്. അതുകൊണ്ട് തന്നെ ആ പാസഞ്ചർ ലിഫ്റ്റിൻ്റെ ഹൈറ്റ് നമ്മൾ മെയിൻലി 2 മീറ്ററെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, മിനിമം 2 മീറ്ററെങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ആ പാസഞ്ചർ ലിഫ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ പാസഞ്ചർ ലിഫ്റ്റിൻ്റെ വിഡ്ത്തും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യണത്, ലെങ്ത്തും വിഡ്ത്തുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത് ആ ഒരു ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റീൻ്റെ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ പറയും, ചില ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം 10% എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ചില ലിഫ്റ്റിൽ എഴുതിയിട്ടുണ്ടാവും മാക്സിമം ഇത്ര കിലോഗ്രാം, 250 കിലോഗ്രാം. ഓക്കെ, അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ എഴുതാനുള്ള കാരണം എന്താണ്? അതിൽ നമ്മൾ ബേസിക്കലി ഒരാളുടെ വെയിറ്റ് ഒരു 68 കിലോഗ്രാം എന്ന രീതിയിലാണ് നമ്മൾ കണക്കെടുക്കുക ഈ ലിഫ്റ്റൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ. ആ 68 കിലോഗ്രാമിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലിഫ്റ്റിൽ എത്ര ആൾക്കാരെ കയറ്റാൻ പറ്റും, ഓക്കെ, അതിൻ്റെ വിഡ്ത്തും പിന്നെ ലെങ്ത്തും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എത്രത്തോളം കയറ്റാൻ പറ്റും, അത് തന്നെ ഒരു കണക്കുണ്ട്. ആ കണക്കിൻ്റെ അനുസരിച്ച് മാത്രമേ ആ ലിഫ്റ്റ് എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഒരു 10 പേര് കയറേണ്ട സ്ഥലത്ത് 12 13 കയറുമ്പോൾ ലിഫ്റ്റ് അനങ്ങൂല. ലിഫ്റ്റ് അടച്ചിട്ട് അത് മുകളിലേക്ക് പൊങ്ങേണ്ട സമയത്ത് അത് അനങ്ങൂല, ഒരു ചുവന്ന ലൈറ്റ് ഇങ്ങനെ കത്തും. അതെന്തുകൊണ്ടാണ്? അത് എക്സ്ട്രാ ലോഡ് അതിൽ കയറണോണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കാൻ പോണത്. എന്താണ് ലിഫ്റ്റിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പാസഞ്ചർ ലിഫ്റ്റാണ് പറഞ്ഞത്. ഗുഡ്സ് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിൽ അതിലെന്താണ് നമ്മൾ കൊണ്ടുപോകണ ഉദ്ദേശിക്കുന്ന സാധനങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ഒരു മനുഷ്യനെയും. ഓക്കെ, അപ്പോൾ ഏകദേശം 2 മീറ്റർ ആയിട്ട് തന്നെ ആ ഒരു ലിഫ്റ്റിനും ഉണ്ടാവും, ഗുഡ്സ് ലിഫ്റ്റിന്. പക്ഷേ സർവീസ് ലിഫ്റ്റിന് അങ്ങനെയല്ല. സർവീസ് ലിഫ്റ്റ് ആകുമ്പോൾ ബേസിക്കലി അതിൽ കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ ഹൈറ്റിലേ ഉണ്ടാവുള്ളൂ, ഒരു 1.5 മീറ്ററൊക്കെ. അതിൽ ബേസിക്കലി ആ മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് കടത്തി വിടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പോണൻസിനെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് കമ്പോണൻറ്റ് ലിഫ്റ്റ് കാർ. ലിഫ്റ്റ് കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് മൂവിങ് ഓൺ ഗൈഡ് റെയിൽസ്. ലിഫ്റ്റ് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൂവ് ചെയ്യണ പോർഷൻ അല്ലേ. നമ്മളിപ്പോൾ കാറ് പറഞ്ഞാൽ എന്താ? നമ്മളെ വണ്ടി ഓടിക്കാനല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കാർ ഓടിക്കണം. അപ്പോൾ അതേപോലെ ആ മൂവ് ചെയ്യണ പോർഷൻ, ആ പെട്ടി ഉണ്ടല്ലോ, നമ്മൾ നിൽക്കണ ആ പെട്ടീനെ പറയണ പേരാണ് എന്ത്? ലിഫ്റ്റ് കാർ. ഈ ലിഫ്റ്റ് കാർ മൂവിങ് ഓൺ ഗൈഡ് റെയിൽസ്. ഗൈഡ് റെയിലുകളുണ്ടാവും. റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാളത്തിന്മേലല്ലേ നമ്മളെ ട്രെയിന് പോവുക, അതേപോലെ തന്നെയാണ് നമ്മളുടെ ലിഫ്റ്റും. ലിഫ്റ്റിനൊരു പാളമുണ്ട്. ലിഫ്റ്റിൻ്റെ എന്താ പറയുക, വേർട്ടിക്കലി പാളമുണ്ട് അതിൻ്റെ എല്ലാ സൈഡിലുമായിട്ട്. ആ കമ്പി കൂടെയാണ് അത് പോണത്. അതിന് ഇത് മാത്രമല്ല, റോപ്പ് മാത്രമല്ല ഉണ്ടാവുക, റോപ്പ് കൂടാതെ തന്നെ അതിനൊരു പാളമുണ്ട്. ആ പാളം തെറ്റാതെ തന്നെയാണ് അത് പോവാറ്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ചെരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞുമൊക്കെ ആണോ നമ്മളെ ലിഫ്റ്റ് പോവാറ്? അല്ല, നേരെയാണ് പോവുക. ആ നേരെ പോകാനുള്ള കാരണം എന്താണ്? അതിന് സൈഡ് വേസും വേർട്ടിക്കലായിട്ട് കുറേ ഗൈഡ് റെയിൽസ് ഉണ്ട്. ആ റെയിൽസുമ്മ കൂടെയാണ് ഈ കാർ മൂവ് ചെയ്യണത്, നമ്മുടെ ലിഫ്റ്റ് കാർ. ഓക്കെ,
അപ്പോൾ രണ്ടാമതായിട്ട് വരുന്ന കാര്യം മെഷീൻ റൂം. മെഷീൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ. ഓക്കെ, അവിടെ മെഷീൻ ഉണ്ടാവും, അതിൽ ഇലക്ട്രിക് മോട്ടർ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള മെക്കാനിസം ആ ഒരു മെഷീൻ റൂമിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലിഫ്റ്റിൻ്റെ അനുസരിച്ച്, നമ്മൾ ഏത് തരത്തിലുള്ള ലിഫ്റ്റാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യണത്, ആ ലിഫ്റ്റിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മളുടെ മെഷീൻ റൂം ഉണ്ടാവുക. ഓക്കെ, ചില ലിഫ്റ്റുകൾക്ക് മെഷീൻ റൂം ഏറ്റവും മുകളിലായിരിക്കും ഉണ്ടാവുക, മുകൾ വശത്ത്. ഓക്കെ, ചില ലിഫ്റ്റുകൾക്ക് നമ്മളുടെ മെഷീൻ റൂം ഏറ്റവും അടിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഏറ്റവും അടി. ഓക്കെ, നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അടിയിലായിട്ട് ഒരു മെഷീൻ റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ചിന്തിക്കുക, മെഷീൻ റൂം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇലക്ട്രിക് മോട്ടാറും അതേപോലെ തന്നെ എല്ലാ മെക്കാനിസവും നടക്കുന്ന ഒരു റൂമിനെയാണ് നമ്മുടെ മെഷീൻ റൂം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയേണ്ട കാര്യം സസ്പെൻഷൻ റോപ്പാണ്. സസ്പെൻഷൻ റോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, സസ്പെൻഡ് ചെയ്തിട്ടുള്ള റോപ്പ്. ഈ കാറ് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വരണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു റോപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, കെട്ടിയിട്ടുണ്ടാവും മുകളിലേക്ക്. ആ റോപ്പിനെയാണ് നമ്മൾ സസ്പെൻഷൻ റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സസ്പെൻഷൻ റോപ്പ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതിൻ്റെ മെഷീൻ റൂം ഏറ്റവും മുകളിലായിരിക്കും. നമ്മൾ കപ്പിയും വെച്ചിട്ട് നമ്മൾ ഒരു ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കോരി എടുക്കുമല്ലോ അല്ലേ, കിണറിൽ വെള്ളം ഇങ്ങനെ കോരി എടുക്കുക. അപ്പോൾ അതിൻ്റെ കപ്പി എവിടെയുള്ളത്, കപ്പി ഏറ്റവും മുകളിലായിരിക്കും. ആ മുകളിലേക്ക് ആ കയറിങ്ങനെ പിടിച്ച് വലിക്കുമ്പോഴായിരിക്കും നമ്മളെ ബക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോവുക. അതേപോലെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് ലിഫ്റ്റ് അങ്ങനെയാണ് വർക്ക് ചെയ്യണത്. എങ്ങനെയാണ്, ബക്കറ്റ് ഉണ്ട്, ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം അത് മുകളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണ്, ആ കപ്പിയെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ, അത് ആ യൂസിനാണ് സസ്പെൻഷൻ റോപ്പ് കേട്ടോ. പിന്നെ കൗണ്ടർ വെയിറ്റ് ഓൺ പുള്ളി ടു ബാലൻസ് ദ കാർ. കൗണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഞാൻ ഒരു ടൈപ്പ് ഓഫ് ലിഫ്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയും. കൗണ്ടർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ വെയിറ്റ്. നമ്മൾ തുലാസിൽ ഭാരം ഒരേപോലെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്പലങ്ങളിലൊക്കെ. തുലാഭാരം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്രിയ നമ്മൾ ചെയ്യും. ഒരാൾ അവിടെ ഇരുന്നിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കുറേ വെയിറ്റ് വയ്ക്കും, സാധനങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, ചിലവരുടെ നേർച്ചയായിരിക്കും അമ്പലങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ. നമ്മളിപ്പോൾ ഓരോ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നേരാനുണ്ട്. അപ്പോൾ ഒരാളെ അവിടെ ഇരുത്തും, അയാളുടെ വെയിറ്റിൻ്റെ അനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ ആവുന്ന രീതിയിൽ നമ്മൾ ആ കൗണ്ടർ വെയിറ്റ് കൊടുക്കാറുണ്ട്. അതിനെയാണ് കൗണ്ടർ വെയിറ്റ് എന്ന് പറയുക. ഒരു ധാരണ കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമതായിട്ട് പറയുന്ന കാര്യമാണ് ബഫർ. എന്താണ് ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലിഫ്റ്റ് ഇങ്ങനെ സ്പീഡിൽ താഴേക്ക് വരും, മുകളിലേക്ക് പോകും, താഴേക്ക് വരും. അപ്പോൾ ഈ താഴേക്ക് വരുമ്പോൾ അതിനൊരു ഇരിക്കാനൊരു ഇരിപ്പിടം, ഓക്കെ, ഒരു ലിഫ്റ്റ് പിറ്റ് ഉണ്ടാവും ഫ്ലോർ ലെവലിൽ. ആ ലിഫ്റ്റ് പിറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ബഫർ മെറ്റീരിയൽ പെട്ടെന്ന് വന്ന് അതിരിക്കുമ്പോൾ അതിനൊരു അതിനെ സ്പീഡ് സപ്രസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ് ഈ ബഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ സ്പ്രിങ് ബഫേഴ്സാണ് ബേസിക്കലി ലോ വെലോസിറ്റി ആയിട്ടുള്ള ലിഫ്റ്റുകളിൽ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ഓയിൽ ബഫേഴ്സും പ്രൊവൈഡ് ചെയ്യും. ഓയിൽ ബഫേഴ്സ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് കുറച്ചും കൂടി സ്പീഡ് കൂടുതലുള്ള ലിഫ്റ്റുകളിലൊക്കെയാണ് നമ്മൾ ഓയിൽ ബഫേഴ്സ് പ്രൊവൈഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ബഫേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പീഡിനെ സപ്രസ് ചെയ്യേണ്ട ഒരു മെറ്റീരിയലാണ്. അത് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് ലിഫ്റ്റ് പിറ്റിലാണ്. പിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിയിലായിരിക്കും. ഓക്കെ, ലിഫ്റ്റ് പിറ്റ് ഫ്ലോറിൽ. ഓക്കെ, അത് ബേസിക്കലി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ലിഫ്റ്റ് പിറ്റ് ഫ്ലോറിലായിരിക്കും. സ്പ്രിങ് ബഫേഴ്സാണ് നമ്മൾ ബേസിക്കലി ലോ വെലോസിറ്റി ആയിട്ടുള്ള ലിഫ്റ്റുകളിൽ പ്രൊവൈഡ് ചെയ്യുക. ഓയിൽ ബഫേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് എവിടെയായിരിക്കും? നമ്മൾ കുറച്ചും കൂടി സ്പീഡ് എക്സസ് ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഓയിൽ ബഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ആ ഒരു വാക്ക് ആലോചിച്ച് വയ്ക്കുക, ഏതാണ് ബഫർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതുവരെ 5 എണ്ണമാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ ലിഫ്റ്റ് കാർ എന്ന് പറയുന്നത് ആ മൂവിങ് ആയിട്ടുള്ള ഒരു പോർഷനെയാണ് ലിഫ്റ്റ് കാർ എന്ന് പറയുന്നത്. രണ്ടാമത് മെഷീൻ റൂം. മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം സസ്പെൻഷൻ റോപ്പ്. നാലാമതായിട്ട് പറഞ്ഞ കാര്യം കൗണ്ടർ വെയിറ്റ്. അഞ്ചാമത്തെ പറഞ്ഞ കാര്യം ബഫേഴ്സ്. ഇനി പറയാൻ പോണത് ഈ ഒരു കാര്യങ്ങളിൽ നമുക്കൊരു ലാൻഡിങ് ഉണ്ടാവും. ആ ലാൻഡിങ്ങിൽ ഒരു എൻട്രി ആൻഡ് എക്സിറ്റ് ഉണ്ടാവും. എന്താണ്
ലാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ഫ്ലോറിലും നമ്മളെ വണ്ടി ഇങ്ങനെ നിൽക്കൂലേ, അതിനെയാണ് ലാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, എൻട്രി എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ സ്പെഷ്യലി ഓപ്പറേറ്റിംഗ് ലാൻഡിങ് ഫോർ എൻട്രി ആൻഡ് എക്സിറ്റ്. ഓക്കെ, ലാൻഡിങ്ങുകൾ ഉണ്ടാവും ഓരോ നിശ്ചിത അളവിലും, അവിടെ എന്താണ് എൻട്രി എക്സിറ്റും നമുക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയണത് പാസഞ്ചർ കപ്പാസിറ്റി ഓഫ് എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി എത്രയാണ് എന്ന് നമ്മൾ ബേസിക്കലി നമ്മൾ കണക്ക് കൂട്ടണത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാളുടെ വെയിറ്റ് നമ്മൾ 68 കിലോഗ്രാമാണ് എന്ന് ആദ്യം തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി നിർണ്ണയിക്കുക. ഓക്കെ, പിന്നെ അടുത്ത പോയിൻ്റായിട്ട് വരുന്നത് ലിഫ്റ്റ് വെൽ. വെൽ എന്ന് പറഞ്ഞാൽ എന്താ, കിണർ എന്ന് പറഞ്ഞു. കിണർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ആ ഒരു വെല്ല് ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സൈസുള്ള എന്താ പറയുക വിടുത്തും എന്താ പറയുക ലെങ്ത്തും വിടുത്തുമുള്ള ആ പോർഷൻ്റെ ആ കിണർ, ഈ കാർ ഇങ്ങനെ പോകണുണ്ടല്ലോ, ആ പോണ കിണറിൻ്റെ സൈസിനെയാണ് നമ്മൾ ലിഫ്റ്റ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് പലതരത്തിലുള്ള സൈസുകളുണ്ടാവും. 1600 മുതൽക്ക് 2600 mm വരെ. നമ്മൾ മീറ്ററിൽ പറയുകയാണെങ്കിൽ 1.6 മീറ്റർ മുതൽക്ക് 2.6 മീറ്റർ വരെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ലെങ്ത്തും വിടുത്തുമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്താണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്, ഓപ്പണിംഗ് ഓഫ് ഹൈറ്റ് ഓഫ് 2 മീറ്റർ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലിഫ്റ്റിൻ്റെ ഹൈറ്റാണ്. ആ 2 മീറ്റർ ഹൈറ്റ് കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, എൻട്രി ഓഫ് പീപ്പിൾ അറ്റ് എവറി ഫ്ലോർ ലെവൽ. അതിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് സൗകര്യമായിട്ട് ഉള്ളിലേക്ക് കയറാൻ, ഈ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹൈറ്റ് നമ്മൾ എത്ര കൊടുക്കാറുണ്ട്, 2 മീറ്റർ. ഓക്കെ, പിന്നെന്താണ്, ദ ബ്രെഡ്ത്ത് ഓഫ് ദ ഓപ്പണിംഗ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ ലിഫ്റ്റ് വെൽ. ലിഫ്റ്റ് വെല്ലിന് എത്രയാണോ വിഡ്ത്തുള്ളത് അതിൻ്റെ അനുസരിച്ചായിരിക്കണം നമ്മൾ അതിൻ്റെ ബ്രെഡ്ത്ത് ഓഫ് ഓപ്പണിംഗ് കൊടുക്കുക. ഓക്കെ, പിന്നെന്താണ്, പിന്നെ പറയേണ്ട കാര്യം, ആൻ അപ്പർ മെഷീൻ റൂം ഓൺ ടോപ്പ് ഓഫ് ദ ലൂഫ് ലിഫ്റ്റ് ടു സൂട്ട് ദ ലിഫ്റ്റ് സൈസ് ചോസൺ ആൻഡ് അക്കോർഡിംഗ് ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സപ്ലയർ ഓഫ് ദ ലിഫ്റ്റ്. ഓക്കെ, ഇതിൽ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു അപ്പർ മെഷീൻ റൂമുണ്ട് നമ്മളുടെ ലിഫ്റ്റിൻ്റെ ടോപ്പിൽ. എന്താണ്, ആ ലിഫ്റ്റിൻ്റെ സൈസ് എത്രയാണോ ചോസൺ ചെയ്തിട്ടുള്ളത്, പിന്നെ അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻ എത്രയാണോ അതിൻ്റെ അനുസരിച്ചായിരിക്കും നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യാറ് എന്നാണ് പറയണത്. ഓക്കെ, ആൻ അപ്പർ മെഷീൻ റൂം ഓൺ ടോപ്പ് ഓഫ് ദ ലിഫ്റ്റ് ടു സൂട്ട് ദ ലിഫ്റ്റ് സൈസ് ചോസൺ ആൻഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ ഓഫ് ദ സപ്ലയർ ഓഫ് ദ ലിഫ്റ്റ്. ഓക്കെ, IS 1466-5 പാർട്ട് 1 to 4 ക്യാൻ ബി യൂസ്ഡ് ഫോർ ദെയർ ഡിസൈൻ. അപ്പോൾ ലിഫ്റ്റ് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് 14665. ഓക്കെ, IS കോഡ് 14665 പാർട്ട് 1 to 4. ഓക്കെ, ക്യാൻ ബി യൂസ്ഡ് ഫോർ ദെയർ ഡിസൈൻ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇമ്പോർട്ടൻറ്റ് കോമ്പണൻസ് ഓഫ് ലിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ച് നോക്കുക. എന്തൊക്കെയാണ്, ലിഫ്റ്റ് കാറിനെ കുറിച്ച് പറഞ്ഞു, മെഷീൻ റൂമിനെ കുറിച്ച് പറഞ്ഞു, സസ്പെൻഷൻ റോപ്പ് ഉണ്ട്, കൗണ്ടർ വെയ്റ്റ്, ബഫർ, പിന്നെ പറഞ്ഞതാണ് എന്താണ് ലാൻഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു. സ്പെഷ്യലി ഓപ്പറേറ്റിംഗ് ലാൻഡിങ് ഉണ്ട് എൻട്രിനും എക്സിറ്റിനും വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, പാസഞ്ചറിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് ഒരാളുടെ വെയിറ്റ് 68 കിലോഗ്രാമാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ്. പിന്നെ ലിഫ്റ്റ് വെല്ലിൻ്റെ സൈസ് നമ്മൾ ബേസിക്കലി പറഞ്ഞു, 1.6 മീറ്റർ മുതൽക്ക് 2.6 മീറ്റർ വരെ നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഓപ്പണിംഗ് ഹൈറ്റ് ബേസിക്കലി 2 മീറ്ററാണ് നമ്മൾ ആൾക്കാരുടെ എൻട്രിക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറ്. പിന്നെ ബ്രെഡ്ത്ത് ഓഫ് ഓപ്പണിംഗ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യണത് ആ വിഡ്ത്ത്, ലിഫ്റ്റ് വെല്ലിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൂടാതെ തന്നെ എത്ര പാസഞ്ചേഴ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെച്ചർ കയറ്റും ലിഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് വലിയ ലിഫ്റ്റ് വെല്ലിൻ്റെ ആവശ്യം വരും. ഓക്കെ, അതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ബ്രെഡ്ത്ത് ഓഫ് ഓപ്പണിംഗ് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു അപ്പർ മെഷീൻ റൂം പ്രൊവൈഡ് ചെയ്യും. അത് നമ്മളുടെ എന്തിനാണ്, ലിഫ്റ്റിൻ്റെ ടോപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ബേസിക്കലി പ്രൊവൈഡ് ചെയ്യണത് ഏത് ടൈപ്പ് ഓഫ് ലിഫ്റ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത്.
സൈസ് ചൂസ് ചെയ്യുന്ന ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്പെസിഫിക്കേഷൻ ഓഫ് ദ ലിഫ്റ്റ് അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ IS 14665 പാർട്ട് 1 to 4 ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2 ടൈപ്പ് ഓഫ് ലിഫ്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ എലിവേറ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നിൻ്റെ പേരാണ് ട്രാക്ഷൻ എലിവേറ്റർ, ഒന്നിൻ്റെ പേരാണ് എന്ത്, ഹൈഡ്രോളിക് എലിവേറ്റർ. ഓക്കെ, ട്രാക്ഷൻ എലിവേറ്ററും ഹൈഡ്രോളിക് എലിവേറ്ററും. ഓക്കെ, ട്രാക്ഷൻ എലിവേറ്റർ, ഹൈഡ്രോളിക് എലിവേറ്റർ നമ്മൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ട്രാക്ഷൻ എലിവേറ്റർ അല്ലെങ്കിൽ ഹൈഡ്രോളിക് എലിവേറ്റർ എന്ന രീതിയിൽ. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരും. ഈ ഫിഗർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ഓർമ്മ ഉണ്ടോ? ഉറപ്പായിട്ടും ഓർമ്മ ഉണ്ടാവേണ്ടതാണ്. നിങ്ങൾ എവിടെയാണ്? S5 സെമിസ്റ്ററിൽ, S5 തന്നെയാണെന്നാണ് എനിക്ക് ഓർമ്മ. നമ്മളുടെ ഏതിലാണ്? വർക്കിംഗ് ഡ്രോയിങ്ങിൽ. ഓക്കെ, വർക്കിംഗ് ഡ്രോയിങ് അല്ല, S5-ലല്ല, S4-ലാണ്. S4-ൽ വർക്കിംഗ് ഡ്രോയിങ് 1-ൽ നമ്മൾ ലിഫ്റ്റ് ഡിസൈൻ ചെയ്തിരുന്നു, ലിഫ്റ്റ് വരച്ചിരുന്നു അല്ലേ? ആ ലിഫ്റ്റ് ഇങ്ങനെയായിരുന്നു വരച്ചിരുന്നത്. അതിൻ്റെ എന്താ പറയുക, ഒരു സെക്ഷൻ കട്ട് ചെയ്ത ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ടോപ്പ് വ്യൂ അല്ല, ഒരു സെക്ഷൻ കട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ സെക്ഷനിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഏതാണ്. ഒരു കാറുണ്ട്, കാറ് കണ്ടില്ലേ? കാറാണ് നമ്മൾ ആ ഒരു റൂമിനെയാണ് കാറെന്ന് പറയുന്നത്. ആ ഒരു ട്രോളി ഇങ്ങനെ മുകളിലേക്ക് താഴേക്ക് വരുന്ന അതിനാണ് കാറ്. ആ കാറ് വരുന്നതിന് നമ്മൾ ഗൈഡ് റെയിൽ എന്ന് പറഞ്ഞു. ആ ഒരു പോണ പാതയ്ക്ക് ഗൈഡ് റെയിൽ എന്ന് പറഞ്ഞു. പിന്നെ കൗണ്ടർ വെയിറ്റ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒരു കയർ ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് അടിയിലേക്ക് വരുന്നുണ്ട് റൈറ്റ് സൈഡിൽ, എന്നിട്ട് താഴേക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ കൗണ്ടർ വെയിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ മെഷീൻ റൂം മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാൻഡിങ് കാണിച്ചിട്ടുണ്ട്. ഓരോ എന്താ പറയുക, ഓരോ ലെവലിലും, ഓരോ ഫ്ലോർ ലെവലിലും ഓരോ ലാൻഡിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിഫ്റ്റ് പിറ്റ് കണ്ടിട്ടുണ്ടാവും. പിറ്റ് അടിയിൽ, ഏറ്റവും അടിയിലത്തെ ലാൻഡിങ് കഴിഞ്ഞിട്ട് അടിയിൽ കാണിച്ചിട്ടുള്ളതാണ് പിറ്റ്. ഓക്കെ, അപ്പോൾ ട്രാക്ഷൻ എലിവേറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ട്രാക്ഷൻ എലിവേറ്റർ? ഈ ടൈപ്പ് ഓഫ് എലിവേറ്റേഴ്സിനെയാണ് നമ്മൾ ട്രാക്ഷൻ എലിവേറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെ കമ്പോണൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ കമ്പോണൻറ്റ് പാർട്സ് ഓഫ് ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്? നമ്മളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് എലിവേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കമ്പോണൻറ്റ് പാർട്സൊക്കെ കൂടുതലായിട്ടും പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പോയിൻ്റ് എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ ലിഫ്റ്റഡ് ബൈ റോപ്സ്. റോപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നത്, ലിഫ്റ്റ് ചെയ്യണത്. ഈ ഒരു കാറിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യണത് റോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യണത്. വിച്ച് പാസ് ഓവർ എ വീൽ അറ്റാച്ച്ഡ് ടു എൻ ഇലക്ട്രിക് മോട്ടർ അബവ് ദ എലിവേറ്റർ ഷാഫ്റ്റ്. ഓക്കെ, ഇതൊരു വീലിലേക്കാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, പാസ് ചെയ്തിട്ടുള്ളത്. അവിടെ എന്താണ്, ഒരു ഇലക്ട്രിക് മോട്ടറുണ്ട് അബവ് ദ എലിവേറ്റർ ഷാഫ്റ്റ്. എലിവേറ്ററിൻ്റെ ഷാഫ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു ഇലക്ട്രിക് മോട്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വീലുണ്ട്, ആ വീലിൽ അറ്റാച്ച് ചെയ്തിട്ടാണുള്ളത്. അങ്ങനെയാണ് അത് കറങ്ങണത് എന്നാണ് പറയണത്. ദേ ആർ ലിഫ്റ്റഡ് ബൈ റോപ്സ്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഇനി രണ്ടാമതായിട്ട് പറയേണ്ട കാര്യം, ഓക്കെ, ദേ ആർ യൂസ്ഡ് ഫോർ മിഡ് ആൻഡ് ഹൈ റൈസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, മിഡും അതേപോലെ ഹൈ റൈസ് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു തരത്തിലുള്ള എലിവേറ്റർ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാറ്, യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യം ദേ ആർ ലിഫ്റ്റഡ് ബൈ റോപ്സ്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്ന കാര്യം ദേ ആർ യൂസ്ഡ് ഫോർ മിഡ് ആൻഡ് ഹൈ റൈസ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ഹൈ റൈസ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്ന കാര്യം ദേ ഹാവ് മച്ച് ഹൈ ട്രാവൽ സ്പീഡ് ദാൻ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമതായിട്ട് പറയുന്ന എലിവേറ്ററിൻ്റെ പേരാണ് ഹൈഡ്രോളിക് എലിവേറ്റർ. ആ ഒരു എലിവേറ്ററിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ദേ ഹാവ് മച്ച് ഹയർ ട്രാവൽ സ്പീഡ്, നല്ല ട്രാവൽ സ്പീഡ് ഉണ്ട്. ഹയർ ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളുടെ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഹയർ ട്രാവൽ സ്പീഡ് ഉണ്ട്. എന്തിന്? നമ്മളുടെ ട്രാക്ഷൻ എലിവേറ്ററിന്.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മിഡ് ആൻഡ് ഹൈ റൈസ് ആപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കാറ്. മൂന്നാമതായിട്ട് പറഞ്ഞ കാര്യം ഹയർ ട്രാവൽ സ്പീഡ് ഉണ്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആരെ കമ്പയർ ചെയ്യുമ്പോൾ? നമ്മളുടെ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ട്രാവൽ സ്പീഡ് കൂടുതലാണ്. പിന്നെ നമ്മൾ നാലാമതായിട്ട് പറയുന്ന കാര്യം ദേ ഹാവ് മെയിൻലി 3 ടൈപ്സ് ആസ് ഫോളോസ്. നമ്മൾ ഈ ഒരു ട്രാക്ഷൻ എലിവേറ്റർ 3 തരത്തിലുണ്ട്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് ട്രാക്ഷൻ എലിവേറ്റേഴ്സ് നമ്മൾ ബേസിക്കലി ഡേ ടു ഡേ ലൈഫിൽ കണ്ടുവരാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ഗിയർഡ് ട്രാക്ഷൻ എലിവേറ്റർ. ഗിയർഡ് ട്രാക്ഷൻ എലിവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഗിയറുള്ള ട്രാക്ഷൻ എലിവേറ്റേഴ്സ്. ഗിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വണ്ടീന് ഗിയർ എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട്. നിരപ്പിൽ പോണ പോലെയല്ല ഒരു കയറ്റം വരുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ഒരേ സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗിയർ താഴ്ത്തി കൊടുക്കും. അപ്പോൾ എന്താണ്? നമുക്ക് സ്മൂത്തായിട്ട് വണ്ടി ഇങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് എലിവേറ്ററിലും അതേപോലെ തന്നെയാണ്. ഗിയേർഡ് ട്രാക്ഷൻ എലിവേറ്റർ ഉണ്ട്, ഗിയർലെസ് ട്രാക്ഷൻ എലിവേറ്റർ ഉണ്ട്. മൂന്നാമതായിട്ട് പറഞ്ഞത് മെഷീൻ റൂംലെസ് എലിവേറ്റേഴ്സ്. മെഷീൻ റൂം ഇല്ലാത്ത എലിവേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ എലിവേറ്റേഴ്സാണ് ബേസിക്കലി ഉള്ളത്? ഗിയർ ഉള്ള ട്രാക്ഷൻ എലിവേറ്റർ, ഗിയർ ഇല്ലാത്ത ട്രാക്ഷൻ എലിവേറ്റർ, പിന്നെ മെഷീൻ റൂം ഇല്ലാത്ത എലിവേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എലിവേറ്റേഴ്സ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ദേ ആർ ലിഫ്റ്റഡ് ബൈ റോപ്സ് which pass over a wheel attached to an electric motor above the elevator shaft. ഓക്കെ, എന്താണ്? ഫസ്റ്റ് വൺ, റോപ്പിലൂടെയാണ് ഇതിനെ ലിഫ്റ്റ് ചെയ്യാറ്. അതിൻ്റെ മുകളിലായിട്ട് ഒരു വീലുണ്ട്. ആ വീൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് മോട്ടാറുണ്ട്. ആ ഇലക്ട്രിക് മോട്ടാർ എവിടെയാണ് ഉണ്ടാവുക? അബവ് ദ എലിവേറ്റർ ഷാഫ്റ്റ്. രണ്ടാമതായിട്ട് പറഞ്ഞ പോയിന്റ്, ദേ ആർ യൂസ്ഡ് ഫോർ മിഡ് ആൻഡ് ഹൈ റൈസ് ആപ്ലിക്കേഷൻസ്. മൂന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്? ദേ ഹാവ് മച്ച് ഹയർ ട്രാവൽ സ്പീഡ് ദാൻ ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ്. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ദേ ആർ മെയിൻലി ഓഫ് 3 ടൈപ്സ് ആസ് ഫോളോസ്. ഫസ്റ്റ് വൺ ഗിയേർഡ് ട്രാക്ഷൻ എലിവേറ്റർ, രണ്ടാമത്തത് ഗിയർലെസ് ട്രാക്ഷൻ എലിവേറ്റർ, മൂന്നാമതായിട്ടുള്ളത് മെഷീൻ റൂംലെസ് ട്രാക്ഷൻ എലിവേറ്റർ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഫിഗറും കൂടി നല്ല രീതിയിൽ വരയ്ക്കുക. ഓക്കെ, മെഷീൻ റൂം കാണിക്കണം, പിന്നെന്താണ് കാറ് കാണിക്കണം, ഒരു കൗണ്ടർ വെയിറ്റ് കാണിക്കണം, ഗൈഡ് റെയിൽ കാണിക്കണം, ലാൻഡിങ് കാണിക്കണം, പിറ്റ് കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത എലിവേറ്ററിലേക്ക് പോവുകയാണ്. എലിവേറ്ററും ലിഫ്റ്റും ഒന്ന് തന്നെയാണ്. അത് വിചാരിച്ച് എന്താ പറയുക, കൺഫ്യൂഷൻ ആക്കരുത്. ഓക്കെ, പല സ്ഥലങ്ങളിലും പല വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ എല്ലാം ഒരേ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഹൈഡ്രോളിക് ലിഫ്റ്റിലേക്ക് പോകാം. ഇതാണ് നമ്മളുടെ ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്നുള്ള പോർഷൻ. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ആകെ ഒരു കിളി പോയ അവസ്ഥയായിരിക്കും. മറ്റത് കുറച്ചും കൂടി സിമ്പിളായിരുന്നല്ലോ, ഇത് ആകെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുക എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇങ്ങനെ ഇത് നിങ്ങൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മളുടെ ആ ഒരു റൂമാണ്. നമ്മൾ കാറെന്ന് പറഞ്ഞല്ലോ, ആ കാറിൻ്റെ ഇത് കണ്ടിട്ടില്ലേ? 2 ഭാഗത്ത് 2 കമ്പിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ അടിയിലായിട്ടൊരു പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ എന്തിനാണ്? അത് പൊക്കി കൊടുക്കാനും താഴ്ത്താനും. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊരു മെഷീൻ റൂം ഇല്ല. ഇവിടെ അടിയിലാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, അടിയിലാണ് ഒരു സിലിണ്ടറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലൂയിഡ് ടാങ്ക് കണ്ടോ? ഒരു റൈറ്റ് സൈഡിൽ ഫ്ലൂയിഡ് ടാങ്ക് ബാർ കൺട്രോളർ എന്നൊക്കെ എഴുതിയിട്ടുള്ള. ഓക്കെ, ആ ഫ്ലൂയിഡ് ടാങ്കിൽ നിന്നാണ് ഇതിൽ ഓയിൽ സപ്ലൈ ചെയ്യുക. ഓക്കെ, ഓയിൽ സപ്ലൈ ചെയ്തിട്ട് എന്താ ചെയ്യണത്? ഈ ഒരു ലിഫ്റ്റിനെ അങ്ങനെ പൊക്കുകയാണ് ചെയ്യണത്. ഓക്കെ, പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണോ പോകേണ്ടത് ആ പോകേണ്ട സ്ഥലത്തേക്ക് അത് പൊക്കി കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഗ്യാരേജിലൊക്കെ പോയി കഴിഞ്ഞാൽ
വണ്ടി താഴെ ഉണ്ടാവും. ആ വണ്ടീനെ മേളിലേക്ക് പൊക്കും. ഓക്കെ, മുകളിലേക്ക് ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കും. കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ ജാക്കിയൊക്കെ ഇല്ലേ, ജാക്കിയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ജാക്കിൻ്റെ അടിയിൽ ഇങ്ങനെ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ ആ ജാക്കി വെക്കുമ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ എങ്ങനെ ചെയ്യുക, നമ്മൾ ടയർ എവിടെ നിന്നാണോ ഊരിയെടുക്കേണ്ടത്, ചിലപ്പോൾ പെട്ടെന്ന് പഞ്ചറായി, അപ്പോൾ ജാക്കി വെക്കണം. അപ്പോൾ ജാക്കി വെക്കുമ്പോൾ എന്ത് ചെയ്യും, വണ്ടി ഇങ്ങനെ പൊക്കി കൊടുക്കും. അവിടെ വണ്ടി കൊടുക്കുന്നത് എന്താ പറയുക, അടിയിൽ ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അതിങ്ങനെ പൊങ്ങി കൊടുക്കുക ചെയ്യുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പമ്പുണ്ട്. ആ പമ്പിലൂടെ ഓയിൽ സപ്ലൈ ചെയ്യും. ആ ഓയിൽ സപ്ലൈ ചെയ്യണതിനനുസരിച്ച് ഈ പിസ്റ്റണിലൂടെ എന്ത് ചെയ്യും, നമ്മളുടെ ആ ഒരു കാറ്, ഓക്കെ, ആ ഡോറ്, ആ കാറ് മുഴുവനായിട്ട് എന്ത് ചെയ്യും, അത് മുകളിലേക്ക് പോവും, താഴേക്ക് വരും. ഓക്കെ, ഇവിടെ നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, നമ്മളുടെ ഒരു എന്താ പറയുക പാസ്കൽസ് ലോ ഉപയോഗിച്ചിട്ടാണ് ബേസിക്കലി എന്താ പറയുക ഫങ്ഷൻ ചെയ്യണത്. ഓക്കെ, ഇവിടെ ഗൈഡ് റെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മളുടെ രണ്ട് വശത്തും കാണിച്ചിട്ടുണ്ട് ഗൈഡ് റെയിൽ ബ്രാക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഗൈഡ് റെയിൽ മുഖേനയാണ് അതെങ്ങനെയാണ് മുകളിലേക്കും താഴേക്കും പോണത്. അടിയിലൊരു പിസ്റ്റൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിസ്റ്റൺ കണ്ടിട്ടുണ്ടാവും, കണ്ടോ, സെൻറ്ററിൽ ഒരു പിസ്റ്റൺ. ആ പിസ്റ്റൺ മുഖേനയാണ് അത് മുകളിലേക്കും താഴേക്കും വരുന്നത്. അല്ലാതെ അവിടെ ഒരു മെഷീൻ റൂം മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ അടിയിൽ ബഫറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 കാർ ബഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ ബോട്ടമിൽ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ ഹൈഡ്രോളിക് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വരുന്ന കാര്യങ്ങൾ. ഇവിടെ മൊത്തം കൺട്രോൾ അടിയിലായിരിക്കും. ഓക്കെ, അടിയിലൊരു പിസ്റ്റണും ഉണ്ടാവും. ഓക്കെ, ഈ പിസ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പാണ്, വലിയൊരു പൈപ്പാണ്. ആ പൈപ്പ് ഈ ഒരു ലിഫ്റ്റ് കാറിൻ്റെ അടിയിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ട് ഉണ്ടാവുക. ഓക്കെ, ഫ്ലൂയിഡ് ടാങ്ക് കൺട്രോളറാണ് ഇതിൽ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ നോട്ട്സിലേക്ക് പോവാം. ഈ ഫിഗർ ഒന്ന് നോക്കി വയ്ക്കുക, ഫിഗർ ഒന്ന് വരച്ച് വയ്ക്കുക. ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. ട്രാക്ഷൻ എലിവേറ്ററിനെയും കാട്ടി കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഒരു എന്താ പറയുക സ്കെച്ച് വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കണം നിങ്ങളുടെ നോട്ടിൽ. ഇനി പറയാൻ പോകുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പോയിൻറ്റ്സിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് എന്തായിരിക്കും, ദേ ആർ സപ്പോർട്ടഡ് ബൈ എ piston at the bottom of the elevator that pushes the elevator up. ഓക്കെ, എന്താണ്, അതിൻ്റെ അടിയിൽ ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, ആ പിസ്റ്റണാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത്. ഓക്കെ, എന്താണ്, അതിൻ്റെ അടിയിൽ ഒരു പിസ്റ്റൺ ഉണ്ട്, ആ പിസ്റ്റണാണ് അതിനെ സപ്പോർട്ട് ചെയ്യണത്. അതുകൂടാതെ തന്നെ അതാണ് എന്തിന് ചെയ്യണത്, അതിനെ പുഷ് ചെയ്യണത്. ആ ഒരു എലിവേറ്ററിനെ അല്ലെങ്കിൽ ആ ഒരു ലിഫ്റ്റിനെ മുകളിലേക്ക് പുഷ് ചെയ്യണത് ആരായിരിക്കും, ഈ ഒരു പിസ്റ്റൺ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന പോയിന്റ്, ദേ ആർ യൂസ്ഡ് ഫോർ ലോ റൈസ് അപ്ലിക്കേഷൻ ഓഫ് 2 to 8 സ്റ്റോറീസ്. ഓക്കെ, 2 മുതൽക്ക് 8 സ്റ്റോറേഡ് ആയിട്ടുള്ള ബിൽഡിങ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, നമ്മളുടെ ഹൈഡ്രോളിക് ലിഫ്റ്റാണ് ഉപയോഗിക്കാറ്. ഓക്കെ, ചിന്തിക്കുക, ദേ ആർ യൂസ്ഡ് ഫോർ ഏതാണ്, ലോ റൈസ് ആപ്ലിക്കേഷൻസ് ഓഫ് 2 to 8 സ്റ്റോറീസ്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയേണ്ട കാര്യം, ദേ ട്രാവൽ അറ്റ് എ മാക്സിമം സ്പീഡ് ഓഫ് 150 feet per minute. ഓക്കെ, അവർ ട്രാവൽ ചെയ്യണത് എത്ര സ്പീഡിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 150 അടി. ഓക്കെ, 150 അടി ഒരു മിനിറ്റിൽ, ആ ഒരു സ്പീഡിലാണ് അത് പോണത്. ഓക്കെ, പിന്നെന്താണ്, മെഷീൻ റൂം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ. ഓക്കെ, മെഷീൻ റൂം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവസ്റ്റ് ലെവലിലാണ് ഇത് മെഷീൻ റൂം ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അഞ്ചാമതായിട്ട് വരുന്ന പോയിന്റ്, ഹയർ ലിഫ്റ്റിംഗ് പവർ കമ്പയർഡ് ടു ട്രാക്ഷൻ റൂം. ഓക്കെ, ലിഫ്റ്റ് ചെയ്യാനുള്ള പവർ കൂടുതലായിരിക്കും. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ട്രാക്ഷനിൽ എലിവേറ്ററിൽ നമ്മൾ ഉപയോഗിച്ച റോപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ
ഇതിന് നല്ല ലിഫ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മൾ ട്രാക്ഷൻ എലിവേറ്ററിൻ്റെ പോയിൻറ്റ്സും കൂടി എഴുതാൻ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഹയർ ലിഫ്റ്റിംഗ് പവർ കമ്പയർഡ് ടു ട്രാക്ഷൻ റോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ദേ ആർ നോട്ട് ആസ് ക്വിക്ക് ആസ് ട്രാക്ഷൻ എലിവേറ്റേഴ്സ്. ഓക്കെ, അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാക്ഷൻ എലിവേറ്ററിനെ പോലെ അത്ര ക്വിക്കായിരിക്കില്ല ആര് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, അതൊന്ന് ചിന്തിക്കുക. ഹയർ ലിഫ്റ്റിംഗ് പവർ ആണെങ്കിൽ പോലും പക്ഷേ ക്വിക്കല്ല ആള്. പിന്നെന്താണ്, ദേ പ്രൊഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യണ മെറ്റീരിയൽ എന്താണ്, നമ്മൾ ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തിലുണ്ട്, ഹൈഡ്രോളിക് ലിഫ്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണെങ്കിൽ ദേ പ്രൊഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ്. പിന്നെന്താണ് വരേണ്ടത്, ഈ പോയിൻറ്റ്സ് ഇപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്നൊക്കെ പറയണത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും. ഓക്കെ, ദേ പ്രൊഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ്. പിന്നെ അടുത്ത വരുന്ന പോയിൻ്റാണ്, ദർ മേ ബി ലീക്കേജ് ഓഫ് ഓയിൽ ഫ്രം ദ ബേസ്. നമ്മുടെ ബേസ്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ എവിടെയാണോ നമ്മളുടെ ഈ ഫ്ലൂയിഡ് കൺട്രോൾ ചെയ്യണ ഒരു സ്ഥലമുള്ളത് അവിടെ നിന്ന് ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് ബേസ്മെൻറ്റിൽ. ഓക്കെ, അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ലീക്കേജ് വന്നിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളുടെ കല്യാണ പരയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ് ഒരു ജനറേറ്ററൊക്കെ വെക്കും. അപ്പോൾ ജനറേറ്ററിൻ്റെ അവിടെ ലീക്ക് വന്നു എന്നൊക്കെ പറയാറില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ എന്ത് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്, ലീക്കേജ് സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എവിടെയാണ് ലീക്കേജ് സംഭവിക്കുക, ബേസ്മെൻറ്റിൽ ലീക്കേജ് സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇനി അടുത്ത പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത് ചീപ്പറാണ്. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ട്രാക്ഷൻ എലിവേറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചീപ്പറാണ്. ഓക്കെ, പിന്നെന്താണ്, ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ്. ഓക്കെ, ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ് എന്ന് പറയാൻ കാരണം അവിടെ ഒരു മെഷീൻ റൂമിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു എന്താണ് ആവശ്യമുള്ളത്, അവിടെ ഒരു ഫ്ലൂയിഡ് കൺട്രോളർ. ഓക്കെ, നമ്മളുടെ അടിയിലൊരു കൺട്രോളർ മാത്രമേ ഉള്ളൂ, അതിൻ്റെ അടിയിലൊരു പമ്പ് മാത്രമേ, ഒരു പിസ്റ്റൺ മാത്രമേ ആവശ്യമുള്ളൂ. ആ പിസ്റ്റൺ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത്, ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ ചെയ്യണത്. ഓക്കെ, അതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഫ്ലൂയിഡ് കൺട്രോളറും ഉണ്ട്. എന്നാലും അതിന് കമ്പാരിറ്റീവ്ലി ലെസ് സ്പേസാണ് ഇത് ഓക്യുപ്പൈ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ ഒരു 7-8 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ഓക്കെ, 7-8 പോയിന്റ് പഠിച്ചിട്ടില്ലെങ്കിലും ഒരു 6 പോയിന്റ് പഠിച്ചു, അതിൻ്റെ ഫിഗറും വരയ്ക്കാൻ അറിയെങ്കിൽ നല്ല കാര്യം. ഓക്കെ, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോളിക് എലിവേറ്റേഴ്സ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, സപ്പോർട്ടഡ് ബൈ എ പിസ്റ്റൺ അറ്റ് ദ ബോട്ടം ഓഫ് ദ എലിവേറ്റർ ടു പുഷ് ആൻഡ് ദാറ്റ് പുഷസ് ദ എലിവേറ്റർ അപ്പ്. ഓക്കെ, അതിൻ്റെ അടിയിലൊരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണാണ് അതിൻ്റെ ബോട്ടത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെന്താണ്, അതാണ് ആ എലിവേറ്ററിനെ മുകളിലേക്ക് തള്ളുന്നത്. രണ്ടാമതായിട്ടുള്ള പോയിന്റ്, ലോ റൈസ് ആപ്ലിക്കേഷൻസിലാണ് ഉപയോഗിക്കാറ്. മൂന്നാമതായിട്ട് പറഞ്ഞ പോയിന്റ്, ട്രാവൽ അറ്റ് എ മാക്സിമം സ്പീഡ് ഓഫ് 150 ഫീറ്റ് പെർ മിനിറ്റ്. പിന്നെന്താണ് പറഞ്ഞത്, മെഷീൻ റൂം ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ലോവസ്റ്റ് ലെവൽ. പിന്നെ ഹയർ ലിഫ്റ്റിംഗ് പവറാണ് കമ്പയർ ചെയ്യുമ്പോൾ. ആരെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മളുടെ ട്രാക്ഷൻ റോപ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ലിഫ്റ്റിംഗ് പവറാണ്. നല്ല പവറുണ്ട്, ലിഫ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കാണുള്ളത്, ഹൈഡ്രോളിക് ലിഫ്റ്റിനുണ്ട്. പക്ഷേ ദേ ആർ നോട്ട് ക്വിക്ക് ആസ് ട്രാക്ഷൻ എലിവേറ്റേഴ്സ്. പിന്നെന്താണ്, ദേ പ്രൊഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ്. നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലീക്കേജ് വരാനുള്ള സാധ്യത ഉണ്ട്. ബേസ്മെൻറ്റിൽ ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നല്ല ചീപ്പാണ്. ആരെ കമ്പയർ ചെയ്യുമ്പോൾ, ട്രാക്ഷൻ എലിവേറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചീപ്പാണ്. അതേപോലെ ലെസ് സ്പേസാണ് അത് ഓക്യുപ്പൈ ചെയ്യുള്ളൂ, അല്ലാതെ കുറേ സ്പേസ് ഒന്നും ഓക്യുപ്പൈ ചെയ്യൂല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ഫിഗർ. നല്ല രീതിയിൽ വൃത്തിക്ക് വരയ്ക്കുക. ഇതൊന്നും എല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല. ആ നമ്മളെ കാറ് കാണിക്കുക, പിസ്റ്റൺ കാണിക്കുക, ബഫർ കാണിക്കുക, ഗൈഡ് റെയിൽ കാണിക്കുക, പിന്നെന്താണ് നമ്മളുടെ ഫ്ലൂയിഡ് ടാങ്ക് കാണിക്കുക,
പിന്നെ അടിയിൽ കാണിച്ചിട്ടുള്ള ഇൻഗ്രൗണ്ട് സിലിണ്ടർ അതും കാണിക്കുക. ഇതിൻ്റെ ഫിഗർ നല്ല വൃത്തിക്ക് വരയ്ക്കുക. മറ്റേ കാര്യങ്ങൾ ഷാഫ്റ്റ് ഡോർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നല്ല രീതിയിലുള്ള വൃത്തിക്കുള്ള ഒരു ഫിഗർ വരയ്ക്കുക. പക്ഷേ വൃത്തിക്ക് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണിക്കണമെന്നില്ല, എന്നാലും കാണുമ്പോൾ മനസ്സിലാവണം. പിസ്റ്റൺ നല്ല വൃത്തിക്ക് കാണിക്കണം, അതിൻ്റെ ഫ്ലൂയിഡ് കൺട്രോൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ടാങ്ക് അത് നല്ല കാണിക്കണം, മുകളിലൊരു എന്താ പറയുക ഒരു മെഷീൻ റൂം ഇല്ലാത്ത പോലെ തന്നെ കാണിക്കണം. ഓക്കെ, ഇത് നമ്മളുടെ ട്രാക്ഷൻ എലിവേറ്റർ ഇന്ന് പഠിച്ച ആദ്യത്തെ ടോപ്പിക്കാണ്. ട്രാക്ഷൻ എലിവേറ്റർ ലിഫ്റ്റിൽ. ഓക്കെ, അതെന്താ റോപ്പിലാണ് കൺട്രോളിങ് വരുന്നത്. മിഡ് ആൻഡ് ഹൈ റൈസ് ബിൽഡിങ്സ് മച്ച് ട്രാവൽ സ്പീഡ് ഉണ്ടാവും. പിന്നെ 3 ടൈപ്പാണുള്ളത്, ഗിയർ ഉള്ളത്, ഗിയർ ഇല്ലാത്തത്, മെഷീൻ റൂം ഇല്ലാത്തത്. ഓക്കെ, അതിൻ്റെ ഫിഗർ നോക്കുക, വരയ്ക്കുക. ആദ്യം നമ്മൾ പറഞ്ഞ ടോപ്പിക്ക് കമ്പണൻസ് ഓഫ് ലിഫ്റ്റ് ആണ്. പലതരത്തിലുള്ള കമ്പണൻറ്റ്, ലിഫ്റ്റ് കാർ, മെഷീൻ റൂം, സസ്പെൻഷൻ റോപ്പ്, കൗണ്ടർ വെയ്റ്റ്, പിന്നെ ബഫറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ലാൻഡിങ്ങിനെ കുറിച്ച്, പാസഞ്ചർ കപ്പാസിറ്റീനെ കുറിച്ച് പറഞ്ഞു, ലിഫ്റ്റ് വെല്ലിനെ കുറിച്ച് പറഞ്ഞു, ഓരോ ഓപ്പണിങ് ഹൈറ്റ് എത്രയായിരിക്കണം ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ അപ്പർ മെഷീൻ റൂമിനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് കോഡാണ് ഫോളോ ചെയ്യേണ്ടത്, ഏത് സ്പെസിഫിക്കേഷനൊക്കെയാണ് നോക്കേണ്ടത്, പാർട്ട് 1 to 4 ആണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.